നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതെവിടെ പോയി? ഗിരി ഒന്നിങ്ങി വന്നേ. ഇപ്പൊ എന്താ തിരുമേനി? താലിമാല തട്ടത്തിൽ നിന്ന് ആരെങ്കിലും എടുത്തായിരുന്നോ? ഇല്ല. താലിമാല കാണാനില്ല. ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ ഇവിടെ കാണാനില്ല. ശരി, തിരുമേനി ആരോടും പറയാൻ നിൽക്കണ്ട, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. വന്ന് അമ്പലത്തിലും കള്ളന്മാര് കയറാൻ തുടങ്ങിയോ? കല്യാണത്തിന് അന്ന് താലിമാല ആര് മോഷ്ടിക്കാന്? കള്ളന്റെ ലക്ഷ്യം മാല കിട്ടാനായിരിക്കില്ല, ഈ കല്യാണം മുടക്കലായിരിക്കും. ഓ, ഇനി അതും എന്റെ തലയിൽ വെച്ച് കെട്ടിക്കോ. എന്റെ കയ്യിലൊന്നുമില്ല, വേണമെങ്കിൽ പരിശോധിച്ചോ. എടി, ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കരുത്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് തിരിച്ചു തന്നോ. ഇത് വലിയ കഷ്ടമായല്ലോ. ദേ, ഞാൻ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുക, ഞാൻ ആ മാല എടുത്തിട്ടില്ല. ഇപ്പൊ വിശ്വാസമായോ? ഇപ്പൊ ഭാനുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിങ്ങൾ ഇങ്ങനെ പരസ്പരം കുറ്റം പറയാതെ എങ്ങനെങ്കിലും ആ താലിമാല കണ്ടുപിടിക്കാൻ നോക്ക്. എന്നെ സംശയിക്കാൻ എല്ലാവർക്കും വലിയ ആവേശമായിരുന്നല്ലോ. ഈ കല്യാണം കൂടാൻ എത്ര പേര് വന്നിട്ടുണ്ട്, അവരെല്ലാം പരിശോധിക്കണം, എന്നാ താലി കിട്ടും. അങ്ങനെ എല്ലാരെയും സംശയിച്ച് നിനക്ക് ഈ കല്യാണം കുളമാക്കണമായിരിക്കും അല്ലേ? വേറെ വഴി വല്ലതും ഉണ്ടെങ്കിൽ പറ. ഇത് ഉറപ്പായിട്ടും അവള് തന്നെ എടുത്തത്. അതെ, അവൾ എന്തായാലും അത് തിരിച്ചു തരില്ല. ഈ കല്യാണം നടക്കാതിരിക്കല്ലേ അവളെ ലക്ഷ്യം. അമ്പലമായി പോയി, അല്ലെങ്കിൽ അത് എവിടെയെന്ന് ഞാൻ അവളെ കൊണ്ട് പറയിച്ചേനെ. ഒരു താലിയുടെ കാര്യല്ലേ, നമുക്ക് വേറൊരെണ്ണം വാങ്ങിയാ പോരെ? എന്താ ഗൗതമി പറയുന്നത്? ആ താലി മഹിമയ്ക്ക് എത്രത്തോളം വലുതാണെന്ന് ഇപ്പൊ പറഞ്ഞതല്ലേ? അയ്യോ, അല്ല, സോറി മഹിമ. ഞാൻ കല്യാണം നടക്കാൻ വേണ്ടി. ഏതൊരു പെൺകുട്ടിക്കും കല്യാണത്തെക്കുറിച്ച് ചില സങ്കല്പങ്ങൾ ഉണ്ടാവും. ഞാൻ ആകെ മനസ്സിൽ കണ്ടത് വക്കീൽ എന്റെ കഴുത്തിൽ ആ താലി കെട്ടുന്നത് മാത്രം. അതുപോലെ നടക്കാനുള്ള ഭാഗ്യം എനിക്കില്ലേ? മഹിമേ, നീ എന്തിനീ കരയുന്നേ? നീ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടക്കും. നിനക്ക് നിന്റെ താലി കിട്ടിയാ പോരെ? അത് ഞങ്ങൾ കണ്ടുപിടിച്ച് തന്നിരിക്കും. അതാണ് ഞങ്ങൾ നിനക്ക് തരാൻ പോകുന്ന കല്യാണ സമ്മാനം. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാനാ? അന്വേഷണം നടത്താനേ നിനക്ക് മാത്രമല്ല അറിയുന്നത് പോലീസ്, ഞങ്ങൾക്കും അറിയാം. ഈ കേസ് ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു തരാം. അല്ല, സ്വപ്നയാണ് താലിയെടുത്തെന്ന് ഉറപ്പാണോ? എനിക്ക് ഉറപ്പാ. എന്നാലേ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. നിങ്ങള് മഹിമയുടെ കൂടെ നിൽക്ക. ശരി മോനെ. മോളെ, സത്യം പറ, നീയല്ലേ ആ താലിമാല എടുത്തത്? അതറിഞ്ഞിട്ടിപ്പോ എന്തിനാ? നേരെ ചേട്ടനോട് പറയാനായിരിക്കും. എടി, നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തില്ലേ? അതിന് അമ്മ എന്താ ചെറിയ കുട്ടി വല്ലതും ആണോ ഇതിലൊക്കെ വിശ്വസിക്കാൻ? ഗിരി ഇതേക്കുറിച്ച് അറിഞ്ഞാ നിന്റെ കാര്യം പോക്ക. ഞാനാ ഇത് ചെയ്തതെന്ന് ആർക്കും തെളിയിക്കാൻ പറ്റില്ല. പിന്നെന്തിനാ അമ്മയെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? കല്യാണം കൊള്ളാവുന്നത് കണ്ട് ആസ്വദിച്ചാ പോരെ? അടിപൊളി.
ഇങ്ങനെയുള്ള ബന്ധുക്കളുണ്ടെങ്കിൽ പിന്നെ ശത്രുക്കളുടെ ആവശ്യമില്ലല്ലേ? അതെ അതെ. അപ്പോ ആ മാല എവിടെയാണെന്ന് പറഞ്ഞൂടെ? വെറുതെ കല്യാണം മുടക്കിയിട്ട് മഹിമയെ ബുദ്ധിമുട്ടിക്കണോ? എനിക്കതൊന്നും അറിയില്ല. ആ ശരി, പറയണ്ട. ആ ചേട്ടാ, ആ അതെ, ഇവിടെ അടുത്തെവിടെയാ പെയിന്റ് പണി നടക്കുന്നത്? അമ്പലത്തിൽ പലയിടത്തും ചില അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. എന്താ മോളെ? അല്ല ചേട്ടാ, ഈ പച്ച പെയിന്റ് ഏത് ഭാഗത്താ അടിച്ചിരിക്കുന്നേ? അത് സ്റ്റോർ റൂമിലെ അലമാരയിൽ മാത്രമേ ആ പെയിന്റ് അടിച്ചിട്ടുള്ളൂ. ഓ, അപ്പൊ താലിമാല സ്റ്റോർ റൂമിൽ കാണും. വാ ഗൗതം. ഹും. വാടി. താലിമാല ഇതിനകത്ത് തന്നെ ഉണ്ട്. അതെങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റും? അതെ, ദാ ഈ കൈ കണ്ടോ? പച്ച പെയിന്റ് കണ്ടോ? അതായത് ഇവൾ പച്ച പെയിന്റ് അടിച്ച ഈ അലമാര തുറന്നിട്ടുണ്ട്. മാല എടുത്ത ശേഷം ഇയാൾ അത് കയ്യിൽ വെക്കില്ല. എല്ലാവരും ഇയാളെ സംശയിക്കുന്ന ഇയാൾക്കറിയാം. അതുകൊണ്ട് ഇയാൾ അതിവിടെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ഈ സ്റ്റോർ റൂം അതിനു പറ്റിയ സ്ഥലമാണല്ലോ. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ കയ്യിൽ പെയിന്റ് ആയത് ഇവൾ അറിഞ്ഞു കാണില്ല. എന്റെ കയ്യിൽ കുറച്ച് പെയിന്റ് ആയതിനാണോ നിങ്ങൾ എല്ലാരും എന്നെ കുറ്റക്കാരിയാക്കുന്നേ? ഞാൻ കല്യാണത്തിന് ആവശ്യമുള്ള ഒരു സാധനം നോക്കാൻ ഇങ്ങോട്ട് വന്നപ്പോ പെയിന്റ് പറ്റിയതാ. നീ എന്ത് സാധനം നോക്കാനാ വന്നത്? അത് നിലവിളക്ക്.